നമസ്കാരം. ആ CMDRF ഡിഗ്രേഡ് മൊയ്ന്തുകളുടെ കുരു പൊട്ടിക്കാനാണ്. നിങ്ങളുടെ ആ പ്രചരണം കേട്ടിട്ടെ നമ്മുടെ ദിവ്യ എസ് അയ്യറെ അറിയാലോ, IAS കാരി. വിസിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിസിലിന്റെ CEO ഒരു 1,00,000 രൂപ CMDRFിലേക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CMDRFുമായി ബന്ധപ്പെട്ട് ഒരു കവിത ചൊല്ലി അവർ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് അതിലേക്ക് സംഭാവന കൊടുക്കണമെന്ന അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് ഈ 1,00,000 രൂപ അവർ കൈമാറിയിരിക്കുന്നത്. 1-2 പൈസയല്ല, ശ്രദ്ധിക്കണം. ഒരു ഉദ്യോഗസ്ഥ 1,00,000 രൂപ കൊടുത്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവർ ഈ സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. മൺമെത്തയിൽ കാൽ തെറ്റി വീണ നിഴലുകൾ ആ യുദ്ധഭൂമിയിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലെ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ കൂടിയാണ്. എന്നാൽ ഇവിടെ നിലം പതിച്ചവരാരും തന്നെ യോദ്ധാക്കളായിരുന്നില്ല. നമ്മെപ്പോലെ സാധാരണക്കാർ, ആശയും നിരാശയും കൊണ്ട് അനുദിനം ജീവിതം ജീവിച്ചവർ. ജീവിതങ്ങൾ നഷ്ടപ്പെട്ടവരും ജീവനുകൾ നഷ്ടപ്പെട്ടവരും നമുക്ക് ചുറ്റും ഇന്ന് നിരവധിയാണ്. ഇവരെ കരുതലോടുകൂടി നമുക്ക് ചേർത്തു പിടിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണം നടക്കുകയാണ്. പുനരധിവാസത്തിനും ഈ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിനും വേണ്ടി ഏറെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഉടലെടുക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ സഹായിക്കാം. കാരണം നമ്മുടെ ഈ സഹോദരങ്ങൾ എന്നും നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ഒപ്പമുണ്ട് എന്ന ധൈര്യം പകരം. കേട്ടോ, നല്ലപോലെ കേട്ടല്ലോ അല്ലേ? അപ്പോ നിങ്ങളുടെ ഈ ആ വായ്ത്താരിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരിയിടലും കേട്ടപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ആവേശം ഉണ്ടാകുകയാണ്. പലരും CMDRFിലേക്ക് മനസ്സ് തുറന്നങ്ങ് സഹായിക്കുകയാണ്. ഒരു നീണ്ട നിര അടുത്ത ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരുമായി ചേർന്ന് ടൗൺഷിപ്പ് വരെ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. അപ്പോൾ വേറെ കുറെ സംശയങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വല്ലാതെ ചൊറിച്ചിലും കുരുപൊട്ടലും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ദിവ്യ എസ് അയ്യറുടെ കാര്യം എടുത്തു പറഞ്ഞത്. കാര്യം ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണല്ലോ, ഒരു പ്രമുഖ അല്ലെങ്കിൽ മുതിർന്ന ജി കാർത്തികേയൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ മരുമകളാണല്ലോ. അവർ പിണറായിയെ കൂടെ കൂടെ പുകഴ്ത്തി പറയാറുണ്ടല്ലോ. അദ്ദേഹത്തെ കരുത്തുറ്റ നേതാവെന്ന് അവർ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. വിഴിഞ്ഞം പദ്ധതിയുടെ ആ ട്രയൽ റൺ നടന്ന സന്ദർഭത്തിൽ അവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വല്ലാത്ത ചൊറിച്ചിലിനൊക്കെ അവസരം ഉണ്ടാക്കിയിരുന്നു. അവരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കാൻ വേണ്ടി പോലും പല വിരുദ്ധന്മാരും രംഗത്ത് വന്നിരുന്നല്ലോ. അപ്പോ അവർക്ക് വീണ്ടും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ കൊരയലോ അവരുടെ ബഹളമോ ഒന്നും അവർ ചെവിക്കെടുക്കുന്നില്ല. അവരവരുടെ പണി നടക്കും, ഇവർ ഇവരുടെ പണി ചെയ്യും. ഇതൊന്നും എന്റെ വിഷയമുള്ള കേസല്ല എന്ന നിലയ്ക്ക് ദിവ്യ വീണ്ടും ഈ പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതായത് നാടിന് വേണ്ടിയുള്ള മനസ്സാണ് അവരുടെ എന്ന് മനസ്സിലാക്കിയത്. അതിൽ രാഷ്ട്രീയമില്ല. താൻ ഏത് പദവിയിലാണോ ഉത്തരവാദിത്തത്തോടെ ഇരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നന്മയുള്ള പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് അടുത്തറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും ആ സർക്കാർ സംവിധാനങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെന്ന് ഉത്തമ ബോധ്യമില്ലാതെ ചെയ്യില്ല. അപ്പോ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉദാഹരണം കൂടി പുറത്തു വരുമ്പോൾ CMDRF എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ദുരിതാശ്വാസ ഫണ്ട് അത് ഗുണകരമായിട്ടുള്ള അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് ഇവരെ പോലുള്ളവരൊക്കെ അതിലേക്ക് ഇത്രയും വലിയ തുകയൊക്കെ സംഭാവന ചെയ്യുന്നത്. ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിക്കുന്നിടത്തോളം 1,00,000 രൂപ ഒരു വലിയ തുകയാണ്. ആ തുകയൊക്കെ അതിലേക്ക് സംഭാവന ചെയ്യാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ മറ്റിടങ്ങളിലൊക്കെ ഇരുന്ന് യാതൊരു തരത്തിലുള്ള വകതിരിവും ഇല്ലാതെ ചിലരൊക്കെ ഇരുന്ന് ഇത് മോശമാണ്, തട്ടിപ്പാണ്, കൈയിട്ട് വാരല്. എന്തൊരു കിഴങ്ങന്മാരെന്ന് ആലോചിച്ചു. ബാങ്ക് അക്കൗണ്ട് വഴി അയക്കുന്ന പൈസയെ കൈയിട്ട് വാരി എടുക്കുകയാണത്. കുറെ വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് ഇതുപോലെയുള്ള വിടുവായത്തരങ്ങൾ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ CMDRF ഒരു സൈഡിൽ വമ്പൻ ഹിറ്റായി മാറുകയാണ്. ആൾക്കാർ അത് ഏറ്റെടുക്കുകയാണ്, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് എത്തുകയാണ്. ഇതിലൊന്നും കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ വാരിക്കോരി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ വീണ്ടും ആ പാവപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥയാണ്, ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണെങ്കിൽ പോലും ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ നിലപാടുണ്ട്, അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കാര്യം IAS ഉദ്യോഗസ്ഥയാകുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. അപ്പോ ഒരാള് ഇച്ഛാശക്തിയുള്ള നേതാവാണെന്ന് അല്ലെങ്കിൽ ഭരണാധികാരിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഇച്ഛാശക്തി അനുഭവപ്പെട്ടത് കൊണ്ടാണ്. അത് പറയുമ്പോൾ
ഇപ്പുറത്തിരുന്ന് മോങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവരുടെ ആ വാക്കുകളും അവരുടെ പ്രവൃത്തിയും കൂടുതൽ ഇവരുടെ ഉള്ളിലേക്ക് വല്ലാത്ത അമർഷം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ അവരെ വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടിയുള്ള കൂലങ്കഷമായ ആലോചനകൾ പലയിടങ്ങളിലും തുടങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം പിണറായി വിജയന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ നമ്മൾ കള്ളക്കഥകൾ ഞങ്ങളുടെ ചില മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് വിവാദത്തിൽപ്പെടുത്തി അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കൃത്രിമ സംഭവം നമുക്ക് ഈ അടുത്ത ദിവസം പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ഇപ്പോ പറഞ്ഞു വെക്കുകയാണ്.